ശബ്ദമുയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് സ്വാതന്ത്ര്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ചില അത്ഭുതങ്ങൾ നടക്കുവാൻ സാധ്യതകൾ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ഇന്ന് പകൽക്കാലമായിരിക്കണം. ആമേൻ. എനിക്ക് ദൈവാത്മ തന്ന ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കുവാൻ ഞാൻ ചോദിച്ചോളുന്നു. അപ്പോസ്തലം Acts chapter 1 verse 8. Acts chapter 1 verse 8. Thank you Jesus. മലയാളത്തിൽ ഇനി ആരാ വായിക്കുന്നത്? താങ്ക് യു ജീസസ്. എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ കേട്ട വചനങ്ങളാ. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു പദം ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വാക്കിന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ശക്തി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്രയല്ല ഉറപ്പായി പറയും. പരിശുദ്ധാത്മാവ് വന്ന ചില ശക്തി പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എന്തോ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന ശക്തി വരും. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ വരും എന്ന് വചനത്തിലുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനമായ അതിൻ്റെ അർത്ഥമാണ് പരിശുദ്ധാത്മാ വരുമ്പോൾ ഒരു ശക്തി വരും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തുതിച്ചുകൊണ്ടിരുന്നോളം ഞാൻ പറഞ്ഞില്ല, എല്ലാ ഞായറാഴ്ചത്തെ കൂട്ടത്തിലും എന്തോ ദൈവം എൻ്റെ ജീവിതത്തെ ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷനോടായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ തന്നെ കാണുന്നു ചില പേരുകളെ ദൈവം തിരുത്തി എഴുതാൻ പോവുകയാണ്. ഹല്ലേലൂയ. എലിസബത്തിന് 2 പേരുണ്ടായിരുന്നു. ഒന്ന് അവളുടെ മാതാവും പിതാവിട്ട ഒരു പേര്, രണ്ടാമത് ഇട്ടത് അയലോക്കക്കാരിട്ട പേര്. സ്തോത്രം. ഹല്ലേലൂയ. അയലോക്കക്കാരിട്ട പേരെന്തുവാ? മച്ചേ അല്ല, മച്ചേ മലയാളത്തിൽ എന്തുവാ? മച്ചേ. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാരിട്ട പേരെന്തുവാ? എലിസബത്ത്. ആമേൻ. അന്ന് നാട്ടുകാരിട്ട പേരോ? പ്രൈസ് ദി ലോർഡ്. ഈ രീതിയിൽ നാട്ടുകാരിട്ട പേരല്ല നടക്കാൻ പോകുന്നത്. ഹെവൻ ഡിസൈൻ ചെയ്തത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്ത പേരുകൾ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ ശബ്ദമുയർത്തി. പിശാചേ, നീ ഇട്ടത് അയലോക്കക്കാരിട്ടത് ലോകക്കാര് വിളിക്കുന്ന പേരിനല്ല. ഇന്ന് പകൽക്കാലം ഞാൻ അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ചിലതിനെ ഞാൻ കാണാൻ പോകുകയാണ്. റബാന സിയാർത്തേനിയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ചില പേരുകളെ തിരുത്തി ഇപ്പൊ അടുത്തുള്ളവരെ മുഖം നോക്കി പറഞ്ഞാട്ടെ, ലോകക്കാര് വിളിച്ച പേരല്ല, സ്വർഗം എവൻ വിളിച്ച പേരായിരിക്കും നിങ്ങൾക്ക്. ഇത് വിശ്വാസത്തോടെ പറയണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾ മുമ്പേ പല ലോകക്കാർ ഞങ്ങളെ നോക്കി പേര് പറഞ്ഞതല്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം ഇങ്ങനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയെന്ന് പലരും പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ പേര് തിരുത്തി എഴുതത് ആരാന്നറിയാമോ? ഹല്ലേലൂയ. അതൊരു സഭയല്ല, അതൊരു ദൈവദാസനല്ല, അത് സാക്ഷാൽ യേശു ക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മുകളിൽ വന്നാൽ ഹല്ലേലൂയ നിനക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ശക്തി, ഒരു പുഷ്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു ചില കുടുംബത്തിന്റെ അകത്ത് ഇത് ശക്തി നിറയാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് ചില ശക്തികൾ ഇല്ലാത്ത ഏരിയകളെ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ പ്രാപിച്ച അഭിഷേകം എന്താണെന്നറിയാവോ? ചില ശക്തികളിനെ ഓവർകം ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. ആ ശക്തിനെക്കാട്ടിലും അധികമായുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ പവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വാക്ക് പറയുന്നത് ഒരു ദൈവദാസനോ ഒരു സഭയോ അല്ല. ഇത് യേശു ക്രിസ്തു പറയുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇന്ന് എത്ര പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്? പരിശുദ്ധാത്മാവ് 2 അന്യഭാഷയിൽ ഒതുങ്ങുന്നതല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്ന എന്തോ ഇളക്കത്തിലുള്ളതല്ല. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന്റെ അകത്ത് യാരും എവിടെയും ഇല്ലാത്ത ഒരു ശക്തിയുണ്ട്. ഇത് നിങ്ങൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ ചില ശക്തികൾ കൊണ്ട് നുകങ്ങൾ കൊണ്ട് എന്തുവാ മുറിയും. ആമേൻ. ശക്തി നിമിത്തം പുഷ്ടി നിമിത്തം നുകങ്ങൾ മുറിയും. ഹല്ലേലൂയ. ഈ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം തരുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? മാർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 5-ാം അധ്യായം ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ താങ്ക് യു ജീസസ്, അതിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാവോ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മാർക്ക് 5:26.
പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം 12 വർഷങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, രക്തസ്രാവക്കാരിയായ സ്ത്രീന്റെ മുകളിൽ ഒരു സൗഖ്യം നടന്നു. സ്തോത്രം. ഇന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ചില വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത് ഇന്ന് പകൽക്കാലം നടക്കുമെന്ന് നിങ്ങൾ പകൽക്കാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. ചില വർഷങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, നടക്കാത്ത ഒരു സംഭവം ഈ ശക്തി നിമിത്തം നടന്നു. ഓ ഹല്ലേലൂയ. ഈ ശക്തി വരുമ്പോൾ 2 അന്യഭാഷ പറഞ്ഞു പോകുന്നതല്ല. ഈ ശക്തി വരുമ്പോൾ നാളുകൾ കൊണ്ട്, ആണ്ടുകൾ കൊണ്ട്, ഹല്ലേലൂയ, സ്ട്രക്കായി നിൽക്കുന്നത്, നടക്കാതെ നിൽക്കുന്ന ഏരിയക്കകത്ത് ഈ ശക്തി കയറി ചെല്ലും. പ്രൈസ് ലോർഡ്. ആമേൻ. യേശുക്രിസ്തുവിന്റെ തിരക്കേഴ ശുശ്രൂഷയില് യേശുക്രിസ്തു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും യേശുവിന്റെ പുറകെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്ത്രീന്റെ അകത്തൊരു ചിന്ത കയറി വന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് യേശു എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇന്ന് ആ രീതിയിലുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശു എന്നെ തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, യേശു എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശു എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാ ഞാൻ യേശുവിന്റെ അടുത്തോട്ട് അങ്ങ് പോകും. കമോൺ. പലരും യേശുവിനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നാ ഈ സ്ത്രീ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, യേശു ഉള്ളിടത്ത് കയറിപ്പോയി. ഇന്ന് പകൽക്കാലം ആ രീതിയിൽ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. യേശു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവിന്റെ അടുത്തോട്ട് ഞാൻ പോകും. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ തയ്യാറായാൽ, ഹല്ലേലൂയ, വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത സംഭവങ്ങൾ, ഓ റബല ശന്തരാദി അന്തനാദിയ. ഈ സ്ത്രീയുടെ ഒരു വിശ്വാസം കാണണം. എവിടെയും വചനത്തിൽ പറഞ്ഞിട്ടില്ല വസ്ത്രത്തെ തൊടാൻ വേണ്ടിയിട്ട്. ആമേൻ. ഇവിടെ ഒരു വിശ്വാസം കണ്ടേ. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവിന്റെ വസ്ത്രത്തെ ഞാൻ തൊടാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിങ്ങൾ കസാരയിൽ ഇരിക്കുമ്പോൾ തന്നെ, ദൈവമേ, കസാരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു സൗഖ്യത്തോടെ ഞാൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഒരു വിടുതലോടെ എഴുന്നേൽക്കണം, ഒരു ദൈവ പ്രവൃത്തിയോടെ എഴുന്നേൽക്കണം, ഒരു ഉത്തരത്തോടെ എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ശക്തി നിങ്ങളുടെ മേളിൽ അടിക്കും. ശിഷ്യന്മാര് പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവേ, ഇവിടെ ഒത്തിരി ജനക്കൂട്ടമുണ്ട്, ഇതിന് നടുവിൽ നിന്നെ തൊട്ടത് ആരാന്നെ കുറച്ച് കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ ഒരു വിഷയം, എല്ലാരും തൊട്ടതുപോലെ ഇവള് തൊട്ടില്ല, എല്ലാരും സ്തോത്രം ചെയ്തതുപോലെ ഇവള് സ്തോത്രം ചെയ്തില്ല, എല്ലാരും ആരാധിച്ചതുപോലെ ആരാധിച്ചില്ല. ഇവളുടെ ആരാധനയ്ക്കകത്ത് വ്യത്യാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാരും സ്തുതിക്കുന്നത് പോലെയല്ല, എല്ലാരും പാടുന്നത് പോലെയല്ല, എല്ലാരും കൈകൊട്ടുന്നത് പോലെയല്ല. ഇവളുടെ കൈകൊട്ടിന്, ഇവളുടെ സ്തോത്രത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഗ്രൂപ്പിന്റെ അകത്തുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാരും പറയുന്നത് പോലെയല്ല, എന്റെ ഉള്ളിൽ എന്തോ ഒരു വിശ്വാസമുണ്ട്. സ്തോത്രം. ഔറാബാന സിയാന്തേനിയ. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ വായിച്ചു, അവള് വൈദ്യന്മാരിൽ നിന്ന്, വായിച്ചാട്ടെ അത് 26 വാക്യം. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ അവൾക്കുള്ളതെല്ലാം ചെലവാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈദ്യന്മാരിൽ നിന്നെല്ലാം ചെലവാക്കി. വൈദ്യന്മാരുടെ റിപ്പോർട്ടാ, ഇത് ഒരിക്കലും സാധ്യതയില്ല. ഇവളുടെ രോഗത്തിന്റെ പേരാ മലയാളത്തിൽ എങ്ങനെയാ? രക്തസ്രവക്കാരിയായ സ്ത്രീ. ആമേൻ. പഴയ നിയമത്തിൽ അവളെ കുറിച്ച് പറയുന്നു, ഈ രോഗത്തെ കുറിച്ച് പറയും. ഈ രീതിയിലുള്ള രോഗം വന്നാ തൊടാൻ പോലും കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഈ രോഗം ഒരുവന്റെ ജീവിതത്തിൽ വന്നാ അവൻ വീട്ടിന്റെ ഭവനത്തിൽ കടന്നാ പോലും ആ കിടക്ക എടുത്ത് വെളിയിലിടും. സ്തോത്രം. അവളെ തൊട്ടാൽ അശുദ്ധയാകും. ഹല്ലേലൂയ. അവൾ അടുത്തു പോയാ അശുദ്ധയാകും. പല പുരോഹിതന്മാർ പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കാൻ പോലും മടിച്ചു. കാരണം ഇത് അശുദ്ധമാകാനുള്ള കേസ്. ഹല്ലേലൂയ. ഈ രീതിയിലുള്ള കേസ് യേശുവിനെ തൊട്ടപ്പോൾ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത്, പല പണം ചെലവാക്കിക്കൊണ്ട് നടക്കാത്തത്, വൈദ്യന്മാർ പറഞ്ഞു ഇത് ചാൻസ് ഇല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഏരിയക്കകത്ത് ഇവള് പോയി വസ്ത്രത്തെ തൊട്ട്. യേശു ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നെ തൊട്ടത് ആരാ? സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാമോ? അതിന് 30 വാക്യം തോന്നും. താങ്ക് യു ജീസസ്. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട്, ഓ ജീസസ്, ഹല്ലേലൂയ. മതി. ഇന്ന് പകൽക്കാലം ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് അടങ്ങിയിരിക്കത്തില്ല, അത് ചിലയിടത്ത് പുറപ്പെടും. ഓ ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയും, ഹല്ലേലൂയ, എന്റെ ഉള്ളിൽ പ്രാപിച്ച ശക്തി ഉണ്ടല്ലോ, ഇത് ഞായറാഴ്ച മാത്രം വന്നു പോകുന്നതല്ല, ഏതോ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രം വന്നു പോകുന്നതല്ല, ഈ ശക്തി ചിലയിടത്ത് പുറപ്പെടും.
ഓഹോ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നിൽ ശക്തി പുറപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇത് എത്ര പേർക്ക് അറിയുന്നു? ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയുന്നു? ഹല്ലേലൂയ. ഞാൻ സ്തുതിക്കുമ്പോൾ എന്നിൽ നിന്ന് ചില ശക്തികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ കയറിപ്പോകുന്ന ഭവനത്തിന്റെ അകത്ത് എന്റെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹോസ്പിറ്റലിന്റെ അകത്ത് കാണാൻ പോയത് ആ രോഗിയെ കണ്ട ഉടനെ ശക്തി ഒന്ന് പുറപ്പെട്ടു. ഓ, ഇതെല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശക്തി, പരിശുദ്ധാത്മ വന്ന ശക്തി ലഭിക്കും. പറഞ്ഞാട്ടെ, ശക്തി. ഈ ശക്തി പുറപ്പെടും. ചില ഏരിയക്കകത്ത് പുറപ്പെടും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ശക്തി തന്നതൊരു പരിശുദ്ധ ദൈവമാണെങ്കിൽ വിളിച്ചു പറയണം, ഇതുപോലെ ചില ഏരിയയിൽ പുറപ്പെടാൻ പോവുക. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് സൗഖ്യം ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല സൗഖ്യം കിട്ടിയേ, ഒരു മാസം കഴിഞ്ഞിട്ടല്ല സൗഖ്യം കിട്ടിയേ. സാധാരണമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവർ പറയും, ഈ മെഡിസിൻ ഒരു 6 മാസം എടുത്തു നോക്ക്. ഹല്ലേലൂയ. ഇതിന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വേറെ ഡോസ് തരാം. സാധാരണമായ വൈദ്യന്മാർ ഇങ്ങനെ പറയുന്നത്. എന്നാ വചനം പറയുന്നു, വായിച്ചടി 34 വാക്യം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്ക എന്ന് പറഞ്ഞു. ഓ, സ്തോത്രം. ഹല്ലേലൂയ. ബാധ ഒഴിഞ്ഞ് സമാധാനത്തോടെ പൊക്കോ. അപ്പോൾ തന്നെ അവള് തൊട്ടപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യമുണ്ടായി. സൗഖ്യമുണ്ട്. മലയാളത്തിൽ എങ്ങനെ അറിയത്തില്ല. സൗഖ്യമുണ്ടായത് അവള് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാണോ? അവള് സൗഖ്യമായത് അവൾക്ക് തോന്നലല്ല. വാവ്, ഹല്ലേലൂയ. തോന്നലല്ല, ശരീരത്തിൽ. അയ്യോ, ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശക്തി വന്ന തിരിച്ചറിയത്തക്ക രീതിയിൽ ഒരു വിടുതൽ നടക്കും. ഗ്ലോറി ടു ഗോഡ്. ശക്തി വന്ന് തിരിച്ചറിയും. ഓ, ആമേൻ. ഒരു ഫീലിംഗ് അല്ല, ഒരു എമോഷണൽ ഫീലിംഗ് അല്ല, ഒരു തോന്നലല്ല, തിരിച്ചറിയും. ഇത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഇന്ന് പകൽക്കാലം ആരാധന കഴിഞ്ഞ് ഭവനത്തിന്റെ അകത്ത് പോകുമ്പോൾ ഞാൻ ചിലതിനെ തിരിച്ചറിയും. ഹല്ലേലൂയ. നാളെ ജോലിക്ക് ഞാൻ കയറി പോകുമ്പോൾ ഞാൻ അതിനെ തിരിച്ചറിയും. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഞാൻ അതിനെ തിരിച്ചറിയും. എന്റെ ജീവിതത്തിൽ അതിനെ ഞാൻ തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചില ഏരിയകളിൽ തൊടുന്നു. ഇന്ന് പകൽക്കാലം അത് തൊടുമെന്ന് വിശ്വസിക്കുന്നവർ ആദരങ്ങളെ ചലിച്ചു വിളിച്ചു പറഞ്ഞാട്ടെ, ഈ ശക്തി തിരിച്ചറിയത്തക്ക രീതിയിൽ പുറപ്പെടുന്നു. ഉദാരധാന മനസ്സിയർത്ഥേ പുറപ്പെടുന്ന ശക്തി, പുറപ്പെടുന്ന ശക്തി. ഹല്ലേലൂയ. ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കണ്ടോ, അവളുടെ ശരീരത്തിൽ അങ്ങ് തോന്നിയെന്ന്. ആമേൻ. ഈ വചനം പറയുമ്പോൾ തന്നെ ചില ശക്തികൾ ഇത് നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ആമേൻ. ഒരു ശക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്ന ചുമ്മാ ഒരു സംഗതിയല്ല. ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിത്വമാണ്. ആമേൻ. ആ വ്യക്തിത്വം നിങ്ങളുടെ ഉള്ളിൽ വന്നാലുണ്ടല്ലോ, നിങ്ങൾ ആള് മാറും. നമ്മുടെ ചിന്ത പല ഉപവാസ പ്രാർത്ഥനയിലാണ് ഇത് വരുന്നത്, ചില കൂട്ടായ്മയില. ശിംശോൻ ഒരു ദിവസം എവിടെ പോയിക്കൊണ്ടിരുന്നു? പേരൻസിനൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സിംഹം അവന്റെ മുമ്പിൽ ചാടി വന്നു. അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. വചനം പറയുന്നു, പെട്ടെന്ന് ദൈവാത്മാവ് അവന്റെ മേളിൽ വന്നപ്പോൾ അവൻ ചിലതിനെ വലിച്ചു കീറി. പരിശുദ്ധാത്മാവ് വന്ന ചില ഏരിയകത്ത് ചില വലിച്ചു കീറുന്ന ശക്തി നിങ്ങളുടെ ജീവിത ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതി, ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:14 വാക്യം. 1 John chapter 2 verse 14. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ സഭയ്ക്കകത്തുള്ള യവനസ്ഥന്മാരെ നോക്കി പറയുക, നീ യവനസ്ഥന്മാരെ നിങ്ങള് ശക്തരായി. അങ്ങനെയല്ലേ? അവിടെ 3 പദങ്ങളുണ്ട്. ഒന്ന്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരായാലും. നിങ്ങളെ ശക്തരായാലും. ആമേൻ. ഏത് ശക്തിയാത്? പരിശുദ്ധാത്മാവിന്റെ ശക്തരായവരെന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുക. ബാലക്കാരെ, നിങ്ങളെ ശക്തരാകുന്ന മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദൈവവചനം നിങ്ങൾ വസിക്കാലും. ആമേൻ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് മനുഷ്യൻ പറഞ്ഞ അഭിപ്രായങ്ങളായിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം.
ഓ, എത്ര പേര് അത് വിശ്വസിക്കും? ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന്റെ നേരെ പറഞ്ഞ ചില നെഗറ്റീവ് അല്ല എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഇന്ന് എന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവവചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അതിന്റെ അകത്തൊരു ശക്തി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. റബാന ശതാന സിയാർത്തേനിയ. ആമേൻ. പറയുന്നു, ഒന്ന് ശക്തി, രണ്ടാമത് ദൈവവചനം. പറഞ്ഞാട്ടെ, ഒന്ന് ശക്തി, ദൈവവചനം. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും എന്തുവാ സിസ്റ്റർ നടക്കുന്ന? ഹൃദയത്തിൽ ശക്തി, വചനം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ദുഷ്ടനെ ജയിച്ചിരിക്കയാലും. ആമേൻ. ചില ദുഷ്ടന്മാരെ, ചില ജെയിൻസിനെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ ശക്തി കൊണ്ടേ സാധിക്കത്തുള്ളൂ. ഓ, ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ദുഷ്ടനെ ജയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ വെല്ലുവിളിച്ച ദുഷ്ടനെ, ഹല്ലേലൂയ, ഇന്നലെ എന്റെ കുടുംബത്തെ നോക്കി, ഹല്ലേലൂയ, എന്റെ കുടുംബത്തിന്റെ മുൻപിൽ നിന്ന്, ഹല്ലേലൂയ, നോക്കി എന്നെ വീക്ക് ചെയ്ത ഏരിയകളെ നോക്കി ഞാൻ പറയാൻ പോകുക, ഞാൻ ആ ദുഷ്ടനെ ജയിക്കാൻ പോകുകയാണ്. ഇന്ന് വിളിച്ചു ഡിക്ലെയർ ചെയ്തട്ടെ. ഹല്ലേലൂയ. പിശാചേ, ഇന്നലകളിൽ എന്റെ പരാജയത്തെ എന്റെ കണ്ണിന്റെ മുൻപിൽ ഇട്ട് നീ എന്നെ വീക്ക് ചെയ്തു. ഇന്നലെ കാലം എന്റെ ജീവിതത്തെ ചില രോഗാത്മാവിനെ നീ കൊണ്ടുവന്നിട്ട് നീ എന്നെ ഭയപ്പെടുത്തിയില്ലേ? എന്നാൽ ഇന്ന് ദൈവവചന നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിമിത്തം ദുഷ്ടനെ ഞാൻ ജയിക്കുന്നു. ദുഷ്ടനെ ഞാൻ ജയിക്കുന്നു. ആമേൻ. ഓ, എന്ത് ഉറപ്പ്! ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് സാധിക്കും? ഞാൻ ചില ഏരിയകളിൽ ജയിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഇന്നത്തെ ആ ഞായറാഴ്ചത്തെ ആരാധന ചിലതിനെ ജയിക്കത്തക്ക രീതിയിൽ നിന്റെ ഉള്ളിൽ ഒരു ശക്തി പകരാൻ പോകുക, ശക്തി ഉണ്ടാകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ദുഷ്ടനെ ജയിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയ എഴുതിയ പുസ്തകം, ഹല്ലേലൂയ, അതൊരു 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് ദയവായിട്ട് വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13. റബാന ശഖന സിയാർഥനാദി അന്ധേനിയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ എന്നെ ശക്തനാക്കുന്നവന്റെ മുഖാന്തരം സകലത്തെയും മതിയാകുന്നു. അല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവന്റെ മുഖാന്തരം സകലത്തിലും ഞാൻ മതിയാകുന്നു. ഓ, ഗ്ലോറി ടു ഗോഡ്. പൗലോസിന്റെ ഉറപ്പ് കണ്ടോ? അവൻ ശക്തനായത് വേദോ ഒരു വിഷയത്തിലല്ല, അവൻ ദൈവത്തിൽ ശക്തനായി, പരിശുദ്ധാത്മാവിൽ ശക്തനായി. അതിന്റെ 11-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ രണ്ട് സ്പെസിഫിക് ആയ ഒരു മെൻഷൻ ചെയ്ത ഒരു വേർഡ് ഉണ്ട്. ഒന്ന്, പൗലോസ് അതിനെ പഠിച്ചു. എങ്ങനെ? അതിന് 11-ാം വാക്യത്തിൽ അവൻ പഠിച്ചിരുന്നു, അവൻ കഷ്ടത്തിൽ നിൽക്കുവാൻ അവൻ പഠിച്ചിരുന്നു. 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ, 12-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവൻ ചിലതിൽ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിപ്പോയി. ആമേൻ. ഒന്ന് പഠിച്ചു, ചിലതിലെല്ലാം അവൻ എല്ലാം ഉണ്ടെന്ന്, തികഞ്ഞവനെന്ന്, ആ രീതിയിൽ ഒരു ചിന്തയിൽ പൗലോസ് വന്നു. ഹല്ലേലൂയ. പൗലോസ് പഠിച്ച കൊണ്ട് ഞാൻ തികഞ്ഞവനെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ പഠിച്ച വിഷയങ്ങൾ കൊണ്ട്, എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ തികഞ്ഞവനെന്ന് അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവന്റെ മുഖാന്തരം. എന്ന് വിളിച്ചു പറഞ്ഞ, എന്നെ ശക്തനാക്കുന്നത് അതൊരു പരിശുദ്ധാത്മാവാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. I can do all things through the Christ. Hallelujah. Amen. ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ ശക്തി പ്രാപിക്കുന്നു. 2 പത്രോസ്, ഹല്ലേലൂയ, ഓടിച്ച് ഹല്ലേലൂയ. 2 പത്രോസ് 1:3 വാക്യം. 1:3. 2 പത്രോസ് 1:3. Thank you Jesus. Hallelujah. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി. പകൽക്കാലം എത്ര പേര് പറയും, എന്നെ വിളിച്ചത് ഏതോ ഒരു ആളുകൾ വിട്ട് ഒരു പ്രവാചകൻ നിന്ന് മാത്രമല്ല എന്റെ വിളി വന്നത്, എന്റെ കുടുംബത്തെ ദൈവം വിളിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? എങ്ങനെയാ? ഒന്ന്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ. ആമേൻ. ഇന്ന് പറഞ്ഞ എന്റെ വിളിക്കകത്തൊരു മഹത്വമുണ്ട്. ഓ, സ്തോത്രം. പറഞ്ഞില്ല? ആമേൻ. ഹല്ലേലൂയ. എന്റെ വിളിക്കകത്തൊരു മഹത്വമുണ്ട്, എന്റെ വിളിക്കകത്തൊരു വീര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് എത്ര പേര് വിശ്വസിക്കുന്നു? ഏതോ ഒരു ഇൻസ്പയർ ആയി വന്നതല്ല, എന്നെ വിളിച്ച മഹത്വത്തിന്റെ വിളിയില. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ വിളി
നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ആഹാ. അവന്റെ ദിവ്യശക്തി ആഹാ. ജീവനും ഭക്തിക്കും ആഹാ. വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. ഹല്ലേലൂയ. വേണ്ടിയതൊക്കെയെന്ന് പറഞ്ഞ അവിടെ ഒന്നുമില്ല ഇനി. സ്തോത്രം. ആമേൻ. നമുക്ക് എല്ലാ ആവശ്യങ്ങളും ദൈവം തന്നു കഴിഞ്ഞു. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയതൊക്കെ തന്നു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ദൂരെ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവർ വേണ്ടിയതെല്ലാം കരുതി കൂട്ടിവിടും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും പലപ്പോഴും മറന്നുപോകും. സ്തോത്രം. എന്ന വചനം പറയുന്നു, നിന്റെ വിളിയുണ്ടല്ലോ ഡിവൈൻ പവറാ. ഓ സ്തോത്രം. ഹല്ലേലൂയ. മഹത്വത്തിന് ഒത്തവണ്ണമായ നിന്റെ വിളി. ഹല്ലേലൂയ. ഇതിൽ എല്ലാം ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ കീ വാക്യം ഒന്ന് വായിച്ച് ഞാൻ നിർത്താൻ പോകുകയാണ്. 1:8, ആക്ട്സ് ചാപ്റ്റർ 1:8. ഹല്ലേലൂയ. റഠറലബോ ശിഖാന്തിരിയ. Thank you, Jesus. Hallelujah. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ആമേൻ. പറഞ്ഞാട്ടെ, സാക്ഷികളാകാൻ പോവാ ഞങ്ങള്. ഒന്ന് വിളിച്ചു പറയണം, ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പകൽക്കാലം ശക്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷികളാകും. ഇത് 3 ഏരിയകളിലെ സാക്ഷികൾ നടക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിന് അറ്റമ സാക്ഷിയായി പറയുവിൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ തന്നെ ഒരു സാക്ഷി ദൈവം നിങ്ങളാക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങളൊരു സാക്ഷിയാണ്. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടോന്ന് അറിയത്തില്ല. ആമേൻ. ചില വ്യക്തികൾ പറയും നിങ്ങളെക്കുറിച്ച് സാക്ഷികൾ, ചില സൊസൈറ്റികൾ പറയും നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് സാക്ഷികൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയും ഇവരെ കുറിച്ച് സാക്ഷികൾ. എന്താണെന്നറിയാമോ? അവര് ദൈവത്തിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു. സ്തോത്രം. ആമേൻ. ദൈവത്തിന് കയറ് പിടിച്ചത് കൊണ്ട് അവരുടെ കുടുംബം കയറിപ്പോയെന്ന് പറയുന്ന പോലെ ഒരു സാക്ഷി നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഡാഡി. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ തന്നെ ഉള്ളിൽ കത്തുക. ഹല്ലേലൂയ. സാക്ഷി ഇല്ലാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കുടുംബക്കാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഈ ശക്തി നിന്റെ ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ശക്തി നിന്റെ ഉള്ളിൽ വന്ന് വീണപ്പോൾ ഇത് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഈ ശക്തി ചിലയിടത്ത് പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇത് നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിച്ചു. ഇത് നീ പോയി എത്തിയതല്ല, നിന്നെ എത്തിച്ച ഒരു ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിൽ, നിന്റെ ഹൃദയത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ. റബാല ശഖാനി അന്തേനിയ. ഈ ശക്തി വരുമ്പോ ഒന്ന് നീ ഒരു സാക്ഷിയായിരിക്കും. രണ്ടാമത് നിങ്ങളുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ ആവും. എന്തുവാ വ്യത്യാസം? നിങ്ങളുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ ചിന്തയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ. മൂന്നാമത് നോക്കുമ്പോൾ ഞങ്ങളുടെ സാക്ഷികൾ പലരും പറയും. സ്തോത്രം. പറഞ്ഞില്ല. ആമേൻ. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ചിലവരിവിടെ ചില മരണാത്മാവിനെ വീട്ടിൽ നിന്ന് ഓടിച്ചതിന്റെ സാക്ഷികൾ. റഖാമോ ഷെന്തരേദിയ. നിങ്ങളുടെ മരണത്തെ ദൂതനെ ഓടിച്ച സാക്ഷികൾ നാട്ടുകാർ പറയത്തക്ക രീതിയിൽ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ നോക്കി പറയും, ഇന്നലകൾ ഇവരുടെ മുമ്പിൽ വന്നതുണ്ടല്ലോ, അത് മരണാത്മാവായിരുന്നു, അതിനെ ഇവര് ജയിച്ചു. അതൊരു സാക്ഷി പറയത്തക്ക രീതിയിൽ. ഓ റബാല ഷന്ധുരാദിയ. എത്ര പേരത് വിശ്വസിക്കുന്നു? നമ്മുടെ സാക്ഷികൾ ഞങ്ങളുടെ മരണത്തിന് ശേഷമല്ല പറയണ്ടേ, ഞങ്ങൾ ജീവനോടുള്ളപ്പോ. ഞങ്ങൾ ജീവനോടുള്ളപ്പോ തന്നെ ഹല്ലേലൂയ ഞങ്ങളെ കുറിച്ച് സാക്ഷി പറയണം. ഇതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഈ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒഴിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കരുത്. ഇതൊരു വലിയ ബോംബാ. ഇതൊരു വലിയ ബോംബാ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് എവിടെങ്കിൽ കയറി പോയാൽ നിങ്ങൾ വെറുതെ നിങ്ങളെ വിടത്തില്ല. സ്തോത്രം. ഇതിന് നിങ്ങൾ വിട്ടുകൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ഈ ശക്തിക്ക് എത്ര പവർ ഉണ്ട്. ഹല്ലേലൂയ. ദൈവ ഈ വചനങ്ങളായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.